പടയപ്പ സിനിമയിലെ രമ്യാകൃഷ്ണന്റെ കാറിന്റെ ഡോർ തുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് അതുപോലത്തെ ഒരു എഫക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. പല ടൈപ്പിലുള്ള ഓട്ടോമോട്ടീവ് വീഡിയോസും ബിൽഡിംഗ് ഗ്രോ വീഡിയോസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഒബ്ജക്ട് റൊട്ടേഷൻ എഫക്ട്. ഇഫക്ട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് ഇതിനൊക്കെ ആഫ്റ്റർ എഫക്ട്സ് തന്നെ വേണമല്ലോ, അല്ലെങ്കിൽ മെയിൻ സംഭവങ്ങളുടെ ബ്ലെൻഡർ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വേണമല്ലോ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് സാധാരണക്കാർക്കും ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ത് പ്രീമിയർ പ്രോ. കാരണം ബേസിക് എഡിറ്റർ ആയിട്ടുള്ള ആളാണെങ്കിലും അഡ്വാൻസ്ഡ് എഡിറ്റർ ആയിട്ടുള്ള ആളാണെങ്കിലും യൂസ് ചെയ്യുന്നതൊക്കെ സെയിം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഇതൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കി നമ്മളൊരു അനിമേറ്റഡ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കാറിൻ്റെ റണ്ണിങ് ഷോട്ടിലുള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു നോക്കി, കണ്ടോ? ഇരുട്ടി ഇങ്ങനെ വന്നു, കണ്ടോ? ലൈറ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ലൈറ്റിലെത്തുമ്പോഴുള്ള പോർഷനാണ് നമുക്ക് ആ എഫക്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ, ഞാൻ സീബ് ലൈനിൻ്റെ അടുത്തുമ്പോൾ പോസ് ചെയ്യാം. എനിക്ക് ഈ പോർഷനിലുള്ള ഏരിയ ആണ് എഫക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് ഏരിയയിലാണോ പ്ലേ ഹെഡ് നിൽക്കുന്നത് ആ ഏരിയ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൈം ലൈൻ പതുക്കെ സൂം ചെയ്തിട്ട് നമ്മൾ പ്ലേ ഹെഡ് മാർക്ക് ചെയ്തു. എന്ത് ചെയ്തു? ജസ്റ്റ് ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? എം അടിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ടൈം ലൈനിലാണ് മാർക്ക് വരാം. നമുക്ക് ഈ ക്ലിപ്പിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ക്ലിപ്പിൽ മാർക്ക് ചെയ്തു. ഈ ക്ലിപ്പ് മാർക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി ജസ്റ്റ് ഒന്നിനെ ഫ്രെയിം ഇങ്ങനെ കൈതട്ടി മാറിപ്പോയാലും ഒന്നും സംഭവിക്കില്ല. കാരണം ജസ്റ്റ് മാറിപ്പോയി, അയ്യോ ഞാൻ ഉദ്ദേശിച്ച ഫ്രെയിം അതല്ലായിരുന്നു എന്ന് തോന്നിനും കുഴപ്പമില്ല. നമുക്കിതിനെ മാർക്കർ ഉണ്ട്, പതുക്കെ മാർക്കർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രെയിം കിട്ടി. നമ്മളപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഫ്രെയിം മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ ക്ലിപ്പിന് ശേഷം, അതായത് ഇവിടുന്ന് റൈറ്റിലോട്ടുള്ള പോർഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഫ്രീസായി നിന്നിട്ട് വേണം ആ എഫക്റ്റ് വർക്ക് ചെയ്യാൻ. എന്നാലും നമുക്കത് പ്രോപ്പർലി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് ഫ്രീസ് ആക്കാനുള്ള വഴി നോക്കണം. ഈ മാർക്ക് ചെയ്ത പോർഷൻ പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളത് കട്ട് ചെയ്യുക. നമ്മളത് 2 ക്ലിപ്പാക്കി മാറ്റി. നമുക്ക് വേണ്ട പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റൈറ്റിലേക്കുള്ള പോർഷനാണ്. കണ്ടില്ലേ? നമുക്ക് ഫ്രീസ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് എക്സാക്ട് ഫ്രെയിമാണ്. നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ എഫക്ട്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. നമുക്ക് ഫ്രീസ് ചെയ്യേണ്ട ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് പ്ലേ ഹെഡ് കൊണ്ട് വെച്ചിട്ട് ആ ക്ലിപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം ഹോൾഡ് ഓപ്ഷൻ എന്നാണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണിക്കും ഹോൾഡ് ഓൺ ആണ്. അതായത് നമുക്കത് പിടിച്ച് നിർത്തണം. ആ ഫ്രെയിം അങ്ങനെ അനങ്ങാതെ നിൽക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലേ ആവുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലേ ആവുന്നില്ല. കണ്ടോ? അതായത് ഈ ക്ലിപ്പ് നമ്മൾ എന്ത് ചെയ്തു? ഫ്രീസ് ചെയ്തു, ഹോൾഡ് ചെയ്തു. നിങ്ങൾ ഈ സോഴ്സ് വിൻഡോ കണ്ടോ? അതിനകത്ത് നിങ്ങൾ നോക്കി ഒരുപാട് പ്ലേ ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും ഒക്കെ ഉള്ള ഓരോ ബട്ടൺസ് കണ്ടില്ലേ? അതിൽ നമുക്കൊരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. അതായത് ക്യാമറയുടെ ചിഹ്നമുള്ള എക്സ്പോർട്ട് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ആ ഫ്രെയിം എക്സ്പോർട്ട് ചെയ്യാനുള്ള ബട്ടണാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കും പേരേതാണ്, ഏത് ഫോർമാറ്റിലാണ്, ഏതാണ് പാത്ത് വേണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പാത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ടൊരു പാത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ഫ്രെയിം എക്സ്പോർട്ടായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫ്രെയിം നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ കാറിനെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കാം. ബട്ട് അത് നമുക്കൊരു ഇത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. സമയം ഭയങ്കര കൺസ്യൂമിംഗ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാജിക് വാനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓക്കെ 3-4 ഓപ്ഷൻ വരും. അതിലെന്ത് ചെയ്യുക? ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ് എന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് അതുണ്ടോ ജസ്റ്റ് ഇങ്ങനെ ലോഡിങ് കാണിച്ചിട്ട് ഡിറ്റക്ട് ചെയ്തു. കണ്ടോ? അത്ര ഷാർപ്പല്ല, കാരണം ഇവിടെയൊക്കെ ബ്ലാക്സ് ഉള്ളതുകൊണ്ട് ഇത്ര ഷാർപ്പല്ല. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും ഇത് ഓക്കെയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെലക്ഷൻ ചെയ്തതിന് നമുക്കൊരു കോപ്പി ആയിട്ട് എടുക്കണം. അതായത് ഈ കാർ മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കമാൻഡ് ജെ അടിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ജെ അടിക്കുക. കണ്ടോ? 2 ലെയറായി. അപ്പോൾ ഈ കാർ മാത്രമായിട്ട് നമുക്ക് ഔട്ട് കിട്ടി, സെപ്പറേറ്റ് ആയി. നമ്മളിത് ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് PNG ഫോർമാറ്റിലോട്ട് പ്യൂറായിട്ട് മാറിയിട്ടുണ്ട്. സേവ് ആസ് കൊടുത്തിട്ട് അതിന് പേര് കൊടുത്തിട്ട് ഇതേ കാർ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു PNG ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ എന്ത് പറ്റും? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ അത് വരും. നമ്മൾ സേവ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത PNG ഫയൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എൻ്റെ മേളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിപ്പോൾ മെർജ് ആയിട്ടുള്ളതുകൊണ്ടാണ്, സെയിം ഫയലല്ലേ? കണ്ടോ? അതായത് ഞാൻ ട്രാക്ക് ഓഫ് ചെയ്തപ്പോൾ മേലുള്ള ലെയർ വിസിബിളായി. ഇനിയാണ് നമ്മുടെ മെയിൻ എഫക്ട്സും കാര്യങ്ങളും വരാൻ പോകുന്നത്. സോ എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, ഇവിടുന്ന് വന്നു, ഇവിടെ നിന്ന് ഹോൾഡായി, ഇവിടെ നിന്നാണ് എഫക്ട്സ് കണ്ടിട്ട് എനിക്ക് ഇവിടെ തീരണം. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള വേണ്ടാത്ത ഭാഗങ്ങൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് എഫക്ട്സ് കൊടുക്കാൻ പോവാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്കൊരു ആങ്കർ പോയിന്റ് ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എന്നാലാണ് നമുക്കത് ഇഷ്ടമുള്ള ആംഗിളിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫ്രെയിമിൽ വരുമ്പോൾ കണ്ടോ 4 മൂലയും എന്താണ്? ഇമേജിൻ്റെ ട്രാൻസിഷനാണ്. നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടോ? ഇങ്ങനെ നീക്കി വെക്കാനൊക്കെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കി സെൻട്രൽ ഒരു പരിപാടി ഉണ്ടോ? സെൻട്രൽ റൗണ്ട് കണ്ടോ? അതാണ് ആങ്കർ പോയിന്റ്. ആങ്കർ പോയിന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ ഇമേജ് കാണുന്ന ഒരു ഫ്രെയിമാണ്. അതായത് നമ്മളൊരു ഫോട്ടോ ഫ്രെയിമിനെ തൂക്കിയിട്ടേക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഒരു ആണിയിൽ ഹാങ് ചെയ്ത് തൂക്കിയിട്ടേക്കണം. ആ ആണിയാണ് നമ്മളൊരു ആങ്കർ എന്ന് പറയുന്നത്. അതായത് അത് തൂക്കിയിട്ടേക്കാൻ നോക്കി
നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതിപ്പോൾ നോക്കിയോ, ആ തൂക്കിയിട്ടേക്കുന്ന ആണിയിൽ കണക്റ്റ് ആയിട്ടാണ് എന്താവുന്നത്, അത് ആടുന്നത്. സോ ആണിയുടെ ബേസിലാണ് എന്താവുന്നത്, ആ ലെഫ്റ്റ് റൈറ്റ് മൂവ് ആവുന്നത്. സോ ആങ്കർ പോയിന്റ് എന്ന് പറയുന്നതും സെയിം ആണ്. നിങ്ങൾക്ക് വേറൊരു ഇമേജ് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ആണി എന്ന് പറയുന്നത് എന്താണ്, സെൻറ്ററിലാണ്. അപ്പോൾ ആങ്കർ പോയിൻ്റ് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടോ, അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് കറങ്ങുക. സോ ഇതാണ് അതിൻ്റെ ബേസിക്. അപ്പോൾ ആങ്കർ പോയിൻ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാറിൻ്റെ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ പൊങ്ങിയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡ് പൊക്കണമെന്നുണ്ടെങ്കിൽ ആങ്കർ പോയിൻ്റ് എവിടെ കൊടുക്കണം, ഏകദേശം ഈ ഭാഗത്ത് കൊടുക്കണം. കാരണം ഇവിടെ ഹോൾഡ് ചെയ്ത് നിന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങണം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേ ആങ്കർ പോയിന്റ് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചു, അത് ഹോൾഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് റൊട്ടേഷൻ കൊടുത്ത് നോക്കാം. കണ്ടോ, റൊട്ടേറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, എറൗണ്ട് നമുക്ക് ഇതേ ഇവിടെ മതി. ഓക്കെ, ഞാനൊരു -5 കൊടുക്കാം. -5 കൊടുത്തു. കണ്ടോ, അപ്പോൾ എന്തായി, ഇത് റൊട്ടേറ്റ് ആയി. പക്ഷേ ഇതെന്തായി, ജസ്റ്റ് ഇത് ജമ്പായിട്ട് വരുന്നത്. കണ്ടോ, ഇതൊരു ഫ്ലോയിൽ വരണ്ടേ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കീ ഫ്രെയിം ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനെ പൊങ്ങി വരുന്ന പോലെ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേഷൻ റീസെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടോ, നിങ്ങൾ നോക്കി ഒരു ടൈമറിൻ്റെ ചിഹ്നം കണ്ടോ, ടോഗിൾ ആനിമേഷൻ, അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഈ ഫ്രെയിം ആഡായി. ഇവിടെ നിന്നാണ്, അതായത് 0 എന്നാണ് ഉള്ളത്, 0 എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലാണ്, അതായത് ഇപ്പോൾ നോർമൽ പൊസിഷനിലാണ്. അവിടെ നിന്നാണ് ലെഫ്റ്റ് റൈറ്റ് എന്ത് വേണേലും ആക്ഷൻ സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 4 ഫ്രെയിം റൈറ്റിലോട്ട് നീക്കി വെച്ചു. 1 2 3 4. എനിക്ക് ഈ ഒരു ആക്ഷനിലോട്ട് സംഭവം കിട്ടിയാൽ മതി. കണ്ടോ, അത് -5 മാറ്റുവാണേ. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ. ഇതെന്ത് ചെയ്യണം, അതേപോലെ തന്നെ തിരിച്ചും വരണം. താഴേക്ക് വന്ന് ലാൻഡ് ചെയ്യാൻ വേണമല്ലോ. 1 2 3 4 1 2 3 4. ഓക്കെ, എനിക്ക് ഇവിടെ എത്തുമ്പോൾ തിരിച്ച് താഴേക്കും വരണം. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെയാണ് അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ -5 ഇവിടെ ഉള്ളത്. ഞാൻ അതെന്ത് ചെയ്യുന്നു, പിന്നെയും ഒരു 4 ഫ്രെയിം മാറ്റി. 1 2 3 4. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് റീസെറ്റ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിച്ചേ, നിങ്ങൾ നോക്കി കണ്ടോ, ഒരു ആക്ഷൻ കിട്ടി. ഇതിൻ്റെ എക്സാക്റ്റ് എഫക്റ്റ് എന്താ വരാൻ പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടൈം ലൈൻ കുറച്ചുകൂടി വലുതാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ലെയറും കൂടി ആഡ് ചെയ്യാൻ പോകണം. നമ്മളൊരു കാറിൻ്റെ ഇമേജ് പൊക്കി വെച്ചു. ഓക്കെ, നമുക്കിപ്പോൾ മനസ്സിലാവില്ല, നമ്മളിപ്പോൾ അത് വിസിബിളാക്കി കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്തു, ഈ പൊസിഷനിലെത്തി. ഇതൊരു 5 എന്നുള്ളത്, അത് തൊട്ട് താഴെയുള്ള ഫ്രെയിം എന്താണ്, 5-ലാണുള്ളത്. ഒരു -10 ആക്കാൻ പോകും. കണ്ടോ, 3ാമത്തെ ലെയർ വന്നു. ഇത് ഔട്ടിലേക്ക് പോകുന്നതാണ്, അതും -5 തന്നെയാണുള്ളത്. ഞാൻ ഇത് -10 ആക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടോ, ഇപ്പോൾ 3 കാറായി. ഇതേ സെയിം പരിപാടി നമുക്ക് 4ാമത്തെ ലെയർ കൊടുക്കാം. 10 എന്നുള്ളത് -15 ആക്കാം. ഔട്ടിലേക്കുള്ളത് -15 ആക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ലെയർ കൂടെ ആഡ് ചെയ്യാം, ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഇന്നിലും പോയിട്ട് -20 ആക്കണം. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കിയോ, കണ്ടോ എത്ര ക്ലീൻ ആയിട്ട് വന്നാൽ നോക്കി. കണ്ടോ, പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കി, ഇതൊരു പെട്ടെന്നൊരു അടി അടിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീ ഫ്രെയിമിനെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ പറ്റും, ഒരു ബൗൺസി ഫീൽ വരും. അപ്പോൾ നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ കീ ഫ്രെയിംസ് ഇല്ലേ, കീ ഫ്രെയിംസിൽ പോയിട്ട് നമ്മുടെ അതായത് ഇത് 0 ആണ്, ഇവിടെ ആക്ടിവിറ്റി കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ഇതാണ് ആക്ച്വൽ പോയിന്റ്. ആ ഇന്നിൽ വരെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈസിൻ കൊടുക്കാം. രണ്ടാമത്തേലും വന്നിട്ട് അത് ഇന്നിൽ തന്നെ ഉള്ളതാണ്, അത് ഔട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനും ഈസിൻ കൊടുക്കാം. അത് തന്നെ സെയിം തിങ് എല്ലാത്തിലും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്തത് എങ്ങനെയാണ് വർക്കാവുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, അതങ്ങനെ പൊങ്ങി താന്നു. കണ്ടോ, ആ സെയിം എഫക്റ്റ് തന്നെയാണ്. പ്രീമിയറിലാകുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടോ, ഈ എഫക്റ്റ് കഴിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു, ഈ ഫ്രെയിം ഹോൾഡ് തന്നെയാണ് ഉള്ളത്. സോ നമുക്കതല്ല, നമുക്കത് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകണം, ഈ ഫ്ലോയിൽ കണ്ട് തന്നെ പോകണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രെയിം എൻഡ് ആവുന്ന എവിടെയാണോ, ആ എഫക്റ്റ് എൻഡ് ആവുന്ന എവിടെയാണോ അവിടെ കൊണ്ടുവന്ന് ഫ്രെയിം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള പോർഷൻ ഡിലീറ്റ് ചെയ്തോളെ. ഈ ഫ്രെയിമിൻ്റെ എൻഡിൽ നിന്നാണ് ഈ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സോ ഇത് ഹോൾഡായി നിൽക്കുകയാണ്. സോ ഇതിൻ്റെ ബാലൻസ് ഇപ്പുറത്തേക്കുള്ള പോർഷൻ ആയിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യുക, മേളിൽ കൊണ്ടുവന്ന് വെച്ച് ഈ ഭാഗത്ത് കൊണ്ടു നോക്കുക. സോ ഇവിടുന്ന് ഒരു ഫ്രെയിം കഴിഞ്ഞിട്ട് ഈ ഫ്രെയിമാണ്, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്ത ഫ്രെയിമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പോർഷൻ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് നേരെ താഴത്തേക്ക് ഇറക്കി വെക്കുക. ഇപ്പോൾ എന്താ സംഭവിക്കണം നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിയേ, കണ്ടോ, ആ വീഡിയോ അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ആയി. സോ നമുക്ക് ആ ഫ്ലോ കിട്ടി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കി, നമ്മളിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരു അനങ്ങാതെ നിൽക്കുന്നൊരു ഫ്രെയിം അനങ്ങാതെ നിൽക്കുന്നൊരു ഫീൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒറ്റ അടി, അപ്പോൾ അത് ഒരു ജമ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്മൂത്ത് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഓരോന്നായിട്ട് മൂവ് ചെയ്യൽ പോസിബിൾ അല്ല. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഫ്രെയിംസും അടിയിലുള്ള ഹോൾഡ് ഫ്രെയിം എന്ത് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നെസ്റ്റ് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ പേര് ഞാൻ കൊടുക്കില്ല, ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റായി. സോ ഇതിപ്പോൾ ഒറ്റ ക്ലിപ്പായി, ഒരു കണ്ടെയ്നറിൻ്റെ അകത്തായി. നമുക്കിനി ഇത് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന സൂം എഫക്ട്സ് എല്ലാം അകത്തുള്ള എല്ലാ ക്ലിപ്പിനും എഫക്റ്റ് ആയിക്കോളും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് ഒരു സൂം സ്റ്റാർട്ട് ചെയ്യണം. സൂമിന് ഒരു കീ ഫ്രെയിം ഇട്ടു, ഏകദേശം നടുക്ക് വന്നു. അതായത് കണ്ടില്ലേ, ഈ എഫക്റ്റ് സ്റ്റാർട്ടായി നിൽക്കുന്നു, ഇവിടെ നിന്നാണ് താഴേക്ക് പോകുന്നത്. കണ്ടോ, അപ്പോൾ ഏകദേശം അതിൻ്റെ ഭാഗത്ത് നടുക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തൊരു കീ ഫ്രെയിം ഇട്ടിട്ട് സൂം കൊടുക്കുകയാണ്. സൂമായി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മാറ്റി വെച്ചിട്ട് തന്നെ റീസെറ്റ് ചെയ്യുന്നു. അപ്പോൾ 100 തന്നെ വന്നു. അതും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടോ,
ഒരു സൂം എഫക്റ്റ് വന്നു. സോ നമുക്ക് ആ ഫ്രെയിം അനങ്ങാതെ നിൽക്കുന്ന ഒരു ഇഷ്യൂ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടില്ലേ, അപ്പോൾ നോക്കി സൂം എഫക്റ്റ് കൊടുത്തു. പക്ഷേ സൂം കാണാനൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് അതൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വരണം. അപ്പോൾ നമ്മുടെ ഇന്നിന് എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻറ്ററിലെ മെയിൻ പോർഷനായ ഇന്നിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കീ ഫ്രെയിമിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈസിന് കൊടുക്കുന്നു. ഒരു ചെറിയ ജമ്പ് വന്നിട്ടുണ്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട്, ഒരു ഫ്ലോ വന്നിട്ടുണ്ട്, ഈസായി വന്ന് ഒഴുകി ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് റൊട്ടേഷൻ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് വർത്താണെന്ന് തോന്നുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.